മതിരട്ടുമേ വിസിൽ പറക്കട്ടുമേ now കരങ്ങൾ വസരട്ടുമേ തേക്കോ വഴച്ചു മൊത്തമേ now കുഴന്ത സിരിപ്പുള്ള ഫേസ്താ ഇമയമല്ല പോല മാസ്താ മനസ്സ പരിക്കുന്ന ക്രേസ്താ ജനസി വന്ന പറ്റി പേസുതാ കുക്കു കുക്കുളി പവ ഹൗസേ എന്നെക്കും കുറയാത മൗസേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വാണ്ടിക്സ് റീലോഡഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2 സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. വാർ 2 അതേപോലെ തന്നെ കൂലി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കൂലിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ഞാനാണ് കണ്ടത്. സാധാരണ ഞാൻ മൺഡേ ആണ് ഇപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യാറ്, അതുകൊണ്ട് മൺഡേ അപ്ലോഡ് ചെയ്ത്. അപ്പോഴത്തേക്ക് മൺഡേ ആണോ വരുന്നത് അറിയത്തില്ല, ഏതായാലും ഞാൻ മൺഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും കൂലി ഞാൻ കാണാൻ പോയതിന് മുമ്പ് ഓരോ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര മോശമെന്നല്ല, ആവറേജ് സിനിമ, ബിലോ ആവറേജ് സിനിമ, പിന്നെ എബോ ആവറേജ് സിനിമ, ആരും നല്ലതാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ സിനിമ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലോകേഷിൻ്റെ സിനിമ പോലെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ലോകേഷിൻ്റെ സിനിമ പോലെ ഇല്ലെങ്കിലും എനിക്ക് നല്ലൊരു മാസ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ജയിലറിനെക്കാട്ടിലും ഇതാണ് ഇഷ്ടപ്പെട്ടത്. ജയിലറിൻ്റെ അകത്തൊക്കെ ചുമ്മാ കുറേ കോമഡി സീനൊക്കെ കുത്തിക്കയറ്റി, അതൊന്നും ആവശ്യമില്ലാത്ത കുറേ സംഭവം. ഇത് ലോകേഷിൻ്റെ സിനിമ ആയതുകൊണ്ടാണ് ഇത്തരം പ്രശ്നം വരുന്നത്. കാര്യം പുള്ളി ഒരു വലിയ ഡയറക്ടറാണ്. പുള്ളിയുടെ ഇതേപോലത്തെ ഒരു മാസ് സിനിമ, പുള്ളി എപ്പോഴും ഒരു വേറൊരു ടൈപ്പ് ഡയറക്ഷനാണ് പുള്ളി സിനിമയ്ക്കൊക്കെ ചെയ്യാറ്. അപ്പം അത് കിട്ടിയില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു മാസ് സിനിമയായി പോയി. അതാണ് പ്രശ്നം പറ്റിയത്. ഏതായാലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം മാസമൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു. പിന്നെ അമീർ ഖാൻ്റെ എൻട്രിയൊക്കെ അമീർ ഖാൻ സീനായിട്ട് വരും. പക്ഷെ സീനായിട്ട് വന്നിട്ട് അത് മാത്രമാണ് എനിക്കൊരു പ്രശ്നം തോന്നിയത്. നമ്മുടെ റോളക്സിനെ പോലെ ഉള്ള ഒരു സംഭവമേ അല്ല അമീർ ഖാൻ കൊടുത്തേക്കുന്നത്. അമീർ ഖാൻ രജനീകാന്തിൻ്റെ ഫ്രണ്ടിലൊരു കൊച്ചു കുട്ടിയെ പോലെ അങ്ങനെയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം കൊള്ളാം. ഇത്രയും വലിയ ബിൽഡപ്പ് സിനിമയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. വലിയ ബിൽഡപ്പ്, ദാഹ വരുന്നു, ദാഹയെ വെൽക്കം ചെയ്യണം, ദാഹ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം കാണിച്ചിട്ട് പിന്നെ അവസാനം ദാഹ വരുമ്പോൾ ദാഹ ഒരുമാതിരി കൊച്ചു പിള്ളേർ കണക്ക് ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ എഡിറ്റൊക്കെ കണ്ടു കാണും. അതായത് ഇങ്ങനെ ഇങ്ങനെ ബീഡി ഇങ്ങനെ ഉപേന്ദ്ര ഇങ്ങേർക്ക് ബീഡി കൊടുക്കും. അപ്പോൾ ഇങ്ങേർക്ക് ചോദിക്കും ഇതെന്തോ സാധനം. അതേപോലത്തെ ഓരോ ചളിയൊക്കെ അവസാനം കൊണ്ട് കുറേ ചളിയൊക്കെ ഇട്ടിട്ട് അതിനെ വൃത്തികേടാക്കി. അത് അവർക്ക് നന്നാക്കിയിട്ട് ചെയ്യാമായിരുന്നു. ഏതായാലും അതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. പിന്നെ ഡയറക്ഷൻ വൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡയറക്ഷനൊക്കെ ആയിരുന്നു. ലോകേഷിൻ്റെ പോലത്തെ ഡയറക്ഷൻ അല്ല ഇത്, വേറൊരു ടൈപ്പ് സംഭവമാണ്. ഇത് ഫുള്ളി ഒരു മാസ് സിനിമയ്ക്ക് പറ്റിയ ഡയറക്ഷനാണ്. ഇത് നമ്മുടെ രജനീകാന്ത് സിനിമയാണ്. ഇത് ലോകേഷിൻ്റെ സിനിമയല്ല, ഇത് രജനീകാന്ത് സിനിമയാണ്. പുള്ളിയുടെ പഴയ സിനിമയുടെയൊക്കെ കുറേ റെഫറൻസ് അതൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന നല്ല രസം ഉണ്ടായിരുന്ന സിനിമ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ ആവറേജ് ഒന്നല്ല, എനിക്ക് കൂലി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പിറ്റേ ദിവസം വേറെ ഒരു സിനിമ കാണാനായിട്ട് പോയി. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ സിനിമയില്ലേ, NTR, ഋത്തിക് റോഷനൊക്കെ ഉള്ള കൂലി അതുപോലെ തന്നെ. പക്ഷെ ഞാനത് വലിയ തിയേറ്ററിലൊന്നുമല്ല, ഒരു ചെറിയ തിയേറ്ററിലാണ് പോയി കണ്ടേ. അപ്പോൾ ഇത് വലിയ തിയേറ്ററിൽ പോയി കാണാമെന്ന് വെച്ചിട്ട് ഞാൻ IMAX-ലൊക്കെ ബുക്ക് ചെയ്ത്. ഭയങ്കര ഫെൻറ്റാസ്റ്റിക് പടമായിരിക്കും, ഭയങ്കര വിഷ്വൽസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കണ്ടൊരു സിനിമയാണ് വാർ 2, എ ഫിലിം ഡയറക്റ്റഡ് ബൈ അയാൻ മുഖർജി. ഇത് അയാൻ മുഖർജിയുടെ ഒരു സിനിമയാണ്. അയാൻ മുഖർജി അല്ല, അയാൻ മൂഞ്ചിയാണ്. കാര്യം പുള്ളിയാണ് ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അത് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അതൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം അതിൻ്റെയൊക്കെ വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ദി ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് ആയിരുന്നു ആ സിനിമയ്ക്കകത്ത്. ആ സിനിമ തിയേറ്ററിൽ കണ്ടവർക്ക് അറിയാം അതിൻ്റെ എക്സ്പീരിയൻസ്. ആ സിനിമ ഡയറക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ ശിവ എന്ന് പറഞ്ഞ് കുറേ റൊമാൻസ് കയറ്റി അത് കുളമാക്കി. എന്നാലും അതിൻ്റെ അകത്ത് വിഷ്വൽ എഫക്ട്സ് അത് ഒരു ബെഞ്ച് മാർക്കായിട്ട് തന്നെ ഉണ്ട്. അപ്പം അത് ഡയറക്റ്റ് ചെയ്ത ഒരാളാണ് ഇവിടെ വന്നിട്ട്
വാർ 2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൂനിയർ NTRനെയും ഋത്വിക് റോഷനെയും വെച്ച് ഒരു വലിയ ബ്രഹ്മാണ്ഡ സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനോഹരമായിരിക്കുന്നു, അതിമനോഹരം. ഇത്രയും നല്ല സിനിമ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല. ഭയങ്കര ഭയങ്കര വിഷ്വൽ എഫക്ട്സ്, ഭയങ്കര നല്ല എന്തൊക്കെയാണ്, ഭയങ്കര നല്ല കോസ്റ്റ്യൂം, ഭയങ്കര നല്ല മേക്കപ്പ്, എല്ലാം അടിപൊളിയാണ്. എല്ലാം നമ്മുടെ ആക്ടിങ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ആക്ടിങ്ങിനായിരുന്നു ഞാൻ പറഞ്ഞില്ല, കാര്യം ഋത്തിക് റോഷൻ അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫിസിക്സ് ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഐസക് ന്യൂട്ടണൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി സിനിമ കാണിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പുള്ളി വിസിലടിച്ച് പുള്ളി ചത്തേന്. അജാതി സിനിമയാണ്. ഭയങ്കര ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിന് വാല്യൂ കൊടുക്കുന്ന സിനിമയാണ്. 10ാനിലേക്കുള്ള ഫിസിക്സ് ഒന്നും ഇല്ലല്ലോ 10ാനിൽ. അപ്പം ഇതിൻ്റെ അകത്ത് ഫിസിക്സ്, പിന്നെ നമ്മുടെ ഭയങ്കര ഫിസിക്സും കെമിസ്ട്രി എല്ലാം കൂടെ അവന്മാർ കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങ്. അതായത് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിസിക്സാണ്. പിന്നെ നമ്മുടെ അതായത് ഒരു പ്ലെയിനിൻ്റെ മണ്ടയ്ക്ക് ഇവർ നിങ്ങൾ ട്രെയിലർ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇവരിങ്ങനെ ഒരു ഓക്സിജൻ മാസ്ക് പോലും ഇല്ലാണ്ട് പ്ലെയിനിൻ്റെ മണ്ടയിൽ കിടന്ന് അടി വിടുക. ഇവർ ചാവാത്തത് എങ്ങനെയാണെന്ന് ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ പിന്നെ വേറൊരു സംഭവം ഉണ്ട്, അത് ഭയങ്കര മികച്ച ഒരു ഷോട്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ജെറ്റ് സ്കീയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചാടിച്ച് നമ്മുടെ F1 ട്രാക്കിൽ കൂടെ ഒക്കെ ഓടിക്കും. അപ്പോൾ നമ്മുടെ ബ്രാഡ് പിറ്റ് അവിടെ മറ്റേ പുള്ളിയുടെ F1 ഓടിക്കും. അപ്പോൾ ബ്രാഡ് പിറ്റൊക്കെ ഇണ്ണിട്ട് എന്നാൽ കൈയടിക്കും. അജാതി ഷോട്ടൊക്കെയാണ്, അജാതി VFX ഒക്കെയാണ്. ബ്രാഡ് പിറ്റ് വരെ ഞെട്ടിപ്പോയി. ഇതാണോ F1, ഇത് F1 സിനിമ, ഇത്രയും നന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് പുള്ളി കയറിക്കും. അജാതി വിഷ്വൽസ്, മനോഹരം. അപ്പം അതേപോലത്തെ വിഷ്വൽസൊക്കെ ഉള്ളൊരു മനോഹരമായ ഗംഭീരമായ ഒരു സിനിമയാണ് വാർ 2. ഇത്രയും ഗംഭീരമായ വിഷ്വൽസും ഇത്രയും ഗംഭീരമായ സ്റ്റോറിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മികച്ച സിനിമ. ഇത്രയും മികച്ച സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടപ്പെടും. ഇത് എന്തായാലും ഇതൊരു 1000 കോടി അടിക്കും. 1000 കോടിയെന്ന് അവസാനത്തെ 2 പൂജ്യം എടുത്ത് കളഞ്ഞിട്ട് അതടിക്കും വരും. ഞാൻ കൂടുതൽ കളിയായിരുന്നില്ല, കാര്യം ഓൾറെഡി ഈ സിനിമ 100 കോടി കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഈ ഇതേപോലത്തെ സിനിമയൊക്കെ 100 കോടി അടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇവിടെ മലയാളത്തിൽ എത്രയോ നല്ല സിനിമകളുണ്ട്. ഇതൊന്നും 100 കോടി. മറ്റേ പടം എന്തായിരുന്നു അതിൻ്റെ പേര്, ഞാൻ മറന്നുപോയല്ലേ, മറ്റേ ബ്രഹ്മയുഗം. അതൊക്കെ 100 കോടി പോയിട്ട് അതിൻ്റെ പകുതി പോലും അടിച്ചില്ല. അപ്പോഴാണ് ഈ കൂതറപ്പടം, നമ്മുടെ ഫിസിക്സ് ലോജിക് എല്ലാം മാനിച്ചുകൊണ്ട് അവന്മാർ ചെയ്തേക്കുന്ന പടം ഇത്രയും വലിയ സക്സസ് ആവുന്നത്. അതായത് എല്ലാ മനുഷ്യന്മാർക്കും ഈ സിനിമ മതി, നല്ല സിനിമയൊന്നും ആർക്കും കാണണ്ട. അതാണ് മറ്റേ അവാർഡ് കിട്ടിയപ്പോഴും എനിക്ക് തോന്നിയത്. അതായത് നമ്മുടെ ഇവിടെ ആടുജീവിതമുണ്ട്, അതിൽ നല്ല എന്തോരം സിനിമയുണ്ട്. അതിനൊന്നും ഇവിടുത്തെ നടന്മാർക്ക് ഈ അവാർഡ് കൊടുക്കാതെ നമ്മുടെ ഷാറൂഖ് ഖാന് തന്നെ, ജവാന് തന്നെ അവാർഡ് കൊടുത്തിരിക്കുന്നു. മനോഹരം. അപ്പം എല്ലാവർക്കും ഈ ലോജിക്സും ഫിസിക്സും ഇതൊന്നും നോക്കുന്നില്ല. അവർ ചുമ്മാ ഷാറൂഖ് ഖാൻ അവാർഡ് വേണം എന്നാ എടുത്തോ, അങ്ങനെ കൊടുത്തേക്കും. അപ്പോൾ വേറെ ആർക്കും അവാർഡ് വേണ്ട, നമ്മൾ ടോപ്പ് സ്റ്റാർസിന് മാത്രം മതി അവാർഡ്. പിന്നെ വേറെ പടം ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു, കേരള സ്റ്റോറി. അതെനിക്ക് കാണാൻ പോലും താല്പര്യമില്ലായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു റോസ്റ്റ് വീഡിയോ കുറച്ച് 2-3 കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഇനി മതിയായി. ഇപ്പം ആ സിനിമയ്ക്കൊക്കെയാണ് ഇവർ നാഷണൽ അവാർഡ് വരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ സിനിമയ്ക്ക് ഒരു 5-6 നാഷണൽ അവാർഡ് ഉറപ്പാണ്. മെയിൻ ജൂനിയർ NTRൻ്റെ അഭിനയത്തിന് ഓസ്കാർ കിട്ടണം. സത്യം പറഞ്ഞാൽ ഓസ്കാർ കൊടുക്കണം. ജൂനിയർ NTRൻ്റെ ഭയങ്കര അഭിനയം എന്ന് പറഞ്ഞാൽ അഭിനയം സാമ്പാറായിട്ടാണ് പുള്ളി. ഋത്തിക് റോഷനൊക്കെ അങ്ങോട്ട് മാറിയിരിക്കും. എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ഓരോ സിനിമമാർ ഉണ്ടാക്കി ഇടുന്നത്? ഇവന്മാർക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇവന്മാർക്ക് വലിയ നല്ല സിനിമ എടുത്തൂടെ? നല്ല സിദ്ധാർത്ഥ ആനന്ദിനെ എവിടെ പോയേക്കോ പുള്ളിയെ കൊണ്ട് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യിപ്പിച്ചിരുന്നത്. ഇത് ഉറപ്പായിട്ട് ഒരു 1000 കോടി അടിക്കേണ്ട സിനിമയായിരുന്നു. കാര്യം അത്രയും ഹൈപ്പ് ഉണ്ടായിരുന്നു, അത്രയും നല്ല സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവന്മാർ ഇതേപോലത്തെ ഒരുമാതിരി അയാൻ മൂഞ്ചിയെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഒരുമാതിരി മൂഞ്ചിയ പടം ഉണ്ടാക്കി വെച്ചേക്കുക. ഒരു കാര്യമില്ല. ഈ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കാണുന്നവന്മാരെ പിടിച്ച് അടിക്കണം. അതായത് എന്നെ പോലത്തെ ആൾക്കാരൊക്കെ പിടിച്ച് അടിക്കണം. ഒരാവശ്യമില്ല. ഞാൻ വെറുതെ എൻ്റെ 2000 രൂപ, അതായത് അച്ഛനും അമ്മയും കൂടെ കൊണ്ടാ പോയേ 2000 രൂപ
പോയി. 2000 രൂപ പറന്ന് പോയി. അപ്പം അതാണ് എനിക്ക് അയാൻ മൂഞ്ചിയുടെ വാർ 2 പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ അകത്ത് വാറെന്തോ ഇരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് വാറല്ല, ഇത് ബാർ 2 ആണ്, ബാർ 2. അപ്പോൾ ഏതായാലും അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ശരി എന്നാൽ ബൈ.